എന്താണാവോ? ഞാനും അളിയനൊന്ന് ഉപദേശിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആഹാ, ചെറുത്തൻ വേദം ഓതോ? കുട്ടികളുടെ ക്രിസ്മസ് കരോളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ. ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. അവരുടെ തിട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. കളിയാക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ചാൽ ഉഷാറാകുന്ന ഒരു കലാരൂപമാണ് ചാക്യാർകൂത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇത്തവണ വേദിയിലെത്തി. കയ്യിന്ന് പോയടാ ചാർലി. എന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അല്ലേ കൊടുക്കണ്ടു. അപ്പൊ തന്റെ സ്വർണ്ണം ഇല്ലേ? ഇല്ല. എന്നാ ഉണ്ടാക്കാനുള്ള വിദ്യൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലടോ, സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ആവാം. ഇപ്പൊ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ കട്ട്ല വാതില് ശില്പങ്ങളൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞതുണ്ട്. നാണം കെടുത്തല്ലേ മോനെ. ആർക്കും പൊളിച്ചോണ്ട് പോവാന്നാ പറയണതേ. അധികം നോട്ടൊന്നുമില്ലടോ, താന് വേണമെങ്കിൽ 2-3 കൊണ്ടുപോയിക്കോളൂ. അപ്പൊ എനിക്കേം ചെയ്യാം, സ്വർണവും കൊടുക്കാലോ. എടോ അങ്ങനെ ഇപ്പൊ ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. കട്ടിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. റെലവെന്റ് ആയിട്ടുള്ള വിഷയമാണല്ലോ. അപ്പോൾ അത് ചാക്യാർകൂത്തിന് എൻ്റെ കഥയ്ക്ക് ഇത്തിരി സാമാന്യമുള്ളതായിരുന്നു. അപ്പോൾ ഇട്ടു. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.